കേരളയാത്രയുടെ നായകൻ ബഹുമാന്യനും സമാദരണീയനുമായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, വേദിയിലുള്ള ബഹുമാന്യരായ മറ്റു നേതാക്കളെ, നിയമസഭയിലെ സഹപ്രവർത്തകരായ MLA-മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാന്യനായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിട്ടുള്ള കേരള യാത്രയുടെ ഭാഗമായിട്ടുള്ള ഈ മഹാസമ്മേളനം വളരെ വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുകയാണ്. ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചത് ഒരു വലിയ അംഗീകാരമായി, ബഹുമതിയായി കണക്കാക്കുന്നു. ഈ കേരള യാത്രയുടെ സന്ദേശം വളരെ ലളിതമാണ്, വളരെ ഋജുവാണ്, വളരെ മനോഹരമാണ്, വളരെ ആശയഗാംഭീര്യമുള്ളതാണ്. ഒരൊറ്റ വാക്കാണ്. ഞാൻ ഇത്ര ലളിതമായ, ഇത്ര ഋജുവായ, ഇത്ര ആശയഗാംഭീര്യമുള്ള ഒരു മുദ്രാവാക്യം ഒരു ജാഥയ്ക്കും കണ്ടിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്നാണ്. അതിൽ പിന്നെ ഒന്നും കൂട്ടേണ്ട കാര്യമില്ല, ഒന്നും കുറയ്ക്കേണ്ട കാര്യവുമില്ല. ഇതിനേക്കാൾ മനോഹരമായ, നേരിട്ട് മനുഷ്യരുടെ ഹൃദയത്തിൽ എത്തിച്ചേരുന്ന മറ്റൊരു മുദ്രാവാക്യമില്ല. ഇത്ര മനോഹരമായൊരു മുദ്രാവാക്യം ആവിഷ്കരിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തെ ഞാൻ ആദ്യമായി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മഹാനായ റഷ്യൻ എഴുത്തുകാരൻ മാക്സിം ഗോർക്കി പറഞ്ഞതാണ്. മനുഷ്യൻ, ഹാ എത്ര സുന്ദരമായ പദം എന്നാണ് ഗോർക്കി പറഞ്ഞത്. ആ സുന്ദരമായിട്ടുള്ള മനുഷ്യൻ എന്ന പദത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന, മാനവികതയെ ഉൾക്കൊള്ളുന്ന ഒരു മുദ്രാവാക്യം ഈ കേരള യാത്രയുടെ മുദ്രാവാക്യമായി മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ് എന്ന് മാത്രമല്ല, അർത്ഥവത്തുമാണ്. EMS ആണ് പണ്ട് പറഞ്ഞത്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി ഏതാനും കിലോമീറ്ററുകൾ മാത്രം പോയാൽ എത്തുന്ന ഓങ്ങല്ലൂരിൽ 1944 EMS നടത്തിയ വിഖ്യാതമായ പ്രസംഗത്തിന്റെ തലക്കെട്ടും ഉള്ളടക്കവുമാണ്. എല്ലാവരെയും മനുഷ്യനാക്കിയിട്ടാണ് കേരളം ഇന്നത്തെ കേരളമായി മാറിയത്. ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. സ്വാമി വിവേകാനന്ദൻ 19-ാം നൂറ്റാണ്ടിൽ അവസാനത്തെ കേരളത്തെ ചൂണ്ടി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞു. അവിടെ നിന്നൊരു മനുഷ്യാലയമായി മാറിയത് നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ മനുഷ്യരായി മാറിയപ്പോഴാണ്. പക്ഷെ അത് തുടർച്ചയായി നടത്തേണ്ടതാണ്, തുടർച്ചയായിട്ട് നടത്തേണ്ടതാണ്. ഇനിയും മനുഷ്യർക്കൊപ്പം അണിനിരക്കാൻ, അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ട ധാരാളം ആളുകളുണ്ട്. കൂടുതൽ മനുഷ്യരാക്കി മാറ്റേണ്ടതുണ്ട്. അത്ര മഹത്തായൊരു സന്ദേശം, ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ, അർത്ഥവത്തായ ഒരു സന്ദേശം കേരള മുസ്ലിം ജമാഅത്ത് ഈ ജാഥയിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൂടിയുണ്ട്. എല്ലാ തരത്തിലുള്ള വിഭാഗീയതകൾക്കും വർഗീയതയ്ക്കും എതിരെ എന്നുകൂടിയാണ് അർത്ഥം. വിഭാഗീയത, വർഗീയത മനുഷ്യരെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുക എന്നാണ് അർത്ഥം. ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു മന്ത്രി എന്ന നിലയിൽ കൂടിയാണ്. ആ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും, ഈ മുദ്രാവാക്യവുമായി താതാത്മ്യപ്പെടുന്ന
ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ജാതിക്കും മതത്തിനും എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി നിങ്ങൾ നടത്തുന്ന മഹത്തായ കേരള യാത്രയെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മനുഷ്യർക്കൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റ് നിൽക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേകത മനുഷ്യരെ എല്ലാവരെയും തുല്യമായി കാണുന്ന, മനുഷ്യരുടെ പ്രശ്നങ്ങളെ കാണുന്ന, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് ഈ കേരളം എന്നതാണ്. ആ സവിശേഷത നിലനിർത്താൻ കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ പ്രത്യേകത ഇന്ത്യ ഏറ്റവും കലുഷിതമായ കാലയളവായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം എന്നതാണ്. ഏറ്റവും കലുഷിതമായ കാലയളവ്. വർഗീയ സംഘർഷങ്ങൾ, കൂട്ടക്കൊലകൾ, വംശഹത്യകൾ, വർഗീയമായ ചേരിതിരിവുകൾ, ഇതെല്ലാം സർവ്വസാധാരണമായി മാറിയ ഈ കഴിഞ്ഞ ദശകത്തിൽ കേരളത്തിന് തല ഉയർത്തി ഇന്ത്യയിൽ നിൽക്കാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു നേട്ടമുണ്ട്. ഈ 10 കൊല്ലത്തിനിടയിൽ ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടായിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്നത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്കെല്ലാം പറയാൻ കഴിയുന്ന കാര്യമാണ്. അത് ഗവൺമെന്റിനും ഏറെ അഭിമാനമുള്ള കാര്യമാണ്. ഈയിടെയാണല്ലോ റിപ്പോർട്ട് പുറത്തു വന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടാവാത്ത ഒരു സംസ്ഥാനം കേരളമാണ്. ഏതൊരു കാലത്താണെന്ന് ഓർക്കണം. ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾ പതിവായി മാറിയൊരു കാലത്ത്, വർഗീയ ചേരിതിരിവ് സാധാരണമായി മാറിയ ഒരു കാലത്ത് ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാതെ മതനിരപേക്ഷ കേരളത്തെ, മനുഷ്യരുടെ കേരളത്തെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ആദരണീയനായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഈ കേരള മുസ്ലിം ജമാഅത്തിന് കേരള സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ വർഗീയമായ ചേരിതിരിവുകൾക്കെതിരായി മനുഷ്യരൊന്നിപ്പിക്കുന്നതിൽ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ആ പങ്ക് വഹിക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വലിയ സംഭാവനകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം നൽകിയിട്ടുണ്ട്. നമ്മുടെ കാലം ഇന്നാവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള സംഭാവനകൾ, ഇടപെടലുകൾ തുടർന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം സംഘർഷഭരിതമായിട്ടുള്ള ഒരു ലോക പശ്ചാത്തലത്തിലാണ്, ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകമാകെ സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രാത്രി ഇരുളിന്റെ മറവിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് അമേരിക്കൻ സാമ്രാജ്യത്വം കടന്നു ചെന്ന് കിടപ്പറയിൽ ഉറങ്ങിക്കിടന്ന പ്രസിഡന്റിനെയും, രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ച് കയ്യിലും കാലിലും വിലങ്ങിട്ട് കടത്തിക്കൊണ്ടുപോയത് അമേരിക്കയിലേക്ക്. അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങേയറ്റത്തെ വംശീയ വെറിയുടെ, തീവ്ര വലതുപക്ഷാശയങ്ങളുടെ, യുദ്ധഭ്രാന്തിന്റെ എല്ലാം പ്രതീകമായിട്ടുള്ള ഒരാൾ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത രാജ്യത്തെ ആക്രമിക്കും, കൊളംബിയയെ ആക്രമിക്കും, ക്യൂബയെ ആക്രമിക്കും, ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കും, വേറൊരു സ്വതന്ത്ര രാജ്യമായിട്ടുള്ള കാനഡയെ വെട്ടിപ്പിടിച്ച് അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റും എന്നെല്ലാമുള്ള യുദ്ധോത്സുകമായിട്ടുള്ള ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ലോകത്തേതെങ്കിലും ഒരു കോണിൽ ഒരു സംഘർഷമുണ്ടായാൽ ലോകത്തെ മുഴുവൻ അത് അശാന്തമാക്കും. അതിന്റെ ആഘാതം ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമായിരിക്കും കേരളം. കാരണം മലയാളികൾ ലോകമാകെയുള്ളതാണ്. അപ്പൊ സംഘർഷഭരിതമായ ഒരു ലോകം, സംഘർഷഭരിതമായ ഒരു ഇന്ത്യ, അതാണ് നമ്മൾ കാണുന്നത്. വർഗീയ സംഘർഷങ്ങൾ ഇന്ന് രാജ്യത്ത് പതിവായി മാറിയിരിക്കുന്നു. ആ വർഗീയ സംഘർഷങ്ങളുടെ ഇരകളായിത്തീരുന്നത് ആരാണ്? ന്യൂനപക്ഷങ്ങളാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാജ്യമാകെ ന്യൂനപക്ഷങ്ങൾ വർഗീയ സംഘർഷങ്ങളുടെ ഇരകളായിത്തീരുന്നു. രണ്ടാം തരം പൗരന്മാരായി അവരെ
മാറ്റുന്നു. അത്തരമൊരു ഒരു കാലത്താണ് കേരളം ഒരു വർഗീയ സംഘർഷം പോലുമില്ലാതെ നിലനിൽക്കുന്നത്. ബുൾഡോസറുകൾ ഉരുണ്ടു വരുന്നതാണ് നാം കാണുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യയിൽ. ആ ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തുന്നത് മിക്കവാറും ആരുടെ വീടുകളാണ്? മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരുടെ വീടുകൾ, നിസ്സഹായരായ മനുഷ്യരുടെ, ദളിതരും ദരിദ്രരുമായിട്ടുള്ള മനുഷ്യരുടെ, അവരുടെ വീടുകൾക്ക് നേരെയാണ് വർഗീയതയുടെ ബുൾഡോസറുകൾ ഉരുണ്ടുവരുന്നത്. ആ കാഴ്ച നാം കാണുകയാണ്. ആ ബുൾഡോസറുകൾ ഉരുണ്ടുവരുമ്പോ സുപ്രീം കോടതി പോലും അരുതെന്ന് പറഞ്ഞിട്ടും ബുൾഡോസർ പ്രയോഗം നിർബാധം നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് മാധ്യമങ്ങൾ നിശബ്ദരായിരിക്കുന്നു. ഉരിയാടേണ്ട പാർലമെന്റിലുമൊക്കെയുള്ള ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ ശബ്ദങ്ങൾ നിശബ്ദമായി പോകുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഡൽഹിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബുൾഡോസർ, ഉരുണ്ടുവരുന്ന ബുൾഡോസറിന്റെ മുമ്പിൽ കൈ ഉയർത്തി ഒരാൾ നിന്ന് തടയുന്നത്. അവരുടെ പേര് ബൃന്ദ കാരാട്ട് എന്നാണ്. ഡൽഹിയിൽ കണ്ടു കാണും ആ ചിത്രം. ഇന്ത്യ മറക്കാത്തൊരു ചിത്രമാണിത്. ആ ബുൾഡോസർ പ്രയോഗത്തിന്റെ തുടക്കം അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് വീടുകളാണ് ഇടിച്ചു നിരത്തിയത് നഗരം സൗന്ദര്യവൽക്കരിക്കാൻ എന്ന പേരിൽ. അടിയന്തരാവസ്ഥയുടെ അമിതാധികാരത്തിന്റെ തണലിൽ അന്നും അതിനിരയാക്കപ്പെട്ടവർ ന്യൂനപക്ഷങ്ങളായിരുന്നു. പ്രതിഷേധിച്ചവരെ, എതിർത്തവരെ കൂട്ടക്കൊല ചെയ്യുകയാണ് അന്ന് ചെയ്തത്. കാരണം അടിയന്തരാവസ്ഥയുടെ ഇരുമ്പ് മറയുണ്ടായിരുന്നു. ആ തുർക്ക്മാൻ ഗേറ്റിൽ ഇതാ കഴിഞ്ഞ ദിവസം വീണ്ടും ബുൾഡോസർ പ്രയോഗമുണ്ടായി. അതേ തുർക്ക്മാൻ ഗേറ്റിൽ കഴിഞ്ഞ ദിവസം ബുൾഡോസർ പ്രയോഗമുണ്ടായി. ഉത്തരേന്ത്യയിലാകെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബുൾഡോസറുകൾ പ്രയോഗിക്കുകയാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ്. ബുൾഡോസറുകൾ പ്രയോഗിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. ഒരാളുടെയും വീടുകൾ ഇടിച്ചു നിരത്താൻ പാടില്ല. അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. പക്ഷെ എന്ത് കാര്യം? ബുൾഡോസർ പ്രയോഗം നിർബാധം നടക്കുകയാണ്. പക്ഷെ ബുൾഡോസർ ഇപ്പൊ വടക്ക് മാത്രമല്ല, ഉരുണ്ടുരുണ്ട് തെക്കോട്ടെത്തിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം നാം ബാംഗ്ലൂരിൽ കണ്ട കാഴ്ച. 3000-ഓളം പേരാണ് കൊടുന്തണുപ്പിൽ ഒരു ദിവസം വെളുക്കുന്നതിന് മുമ്പ് പെരുവടിയിലായത്. അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി ഒരു മൺകൂനയായി മാറിയ ഹൃദയഭേദകമായ ചിത്രം നാം കണ്ടു. അവരിൽ സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, പ്രായം ചെന്ന വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളുണ്ട്. ബാംഗ്ലൂരിലെ കൊടുന്തണുപ്പിൽ അവരെല്ലാം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നമ്മൾ കാണുന്നത് എന്താണ്? ഈ ബുൾഡോസർ നല്ല ബുൾഡോസറാണ് എന്ന് ന്യായീകരിക്കുന്ന ലജ്ജാകരമായിട്ടുള്ള കാഴ്ച നാം കാണുകയാണ്. ഇതെന്തോ ഒരു നല്ല ബുൾഡോസറാണ്. ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ഉരുളുന്ന ബുൾഡോസറിനേക്കാൾ കുറച്ച് മയമുള്ള ബുൾഡോസറാണ് പോലും ബാംഗ്ലൂരിൽ ഉരുളുന്ന ബുൾഡോസർ. ബുൾഡോസർ ഏതായാലും അത് വർഗീയതയുടെ പേടിപ്പിക്കുന്ന ചിഹ്നമാണ് എന്ന് നാം കാണണം. ആ ബുൾഡോസർ പ്രയോഗത്തിനിരകളാവുന്നവരെല്ലാം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരോ അതീവ ദരിദ്രരോ ദളിതരോ ആയിട്ടുള്ള ആളുകളാണ്, പാവപ്പെട്ട മനുഷ്യരാണ് എന്ന് നാം കാണണം. ഈ ഗവൺമെന്റിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പ്, കേരളത്തിന്റെ തൊട്ടപ്പുറത്ത് വരുത്തിയിട്ടുള്ള ബുൾഡോസർ ഈ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് വരില്ല എന്നുറപ്പ് ഞങ്ങൾക്ക് നൽകാൻ കഴിയും. ഒരു ബുൾഡോസറും ഈ കേരളത്തിൽ ഉരുളുകയില്ല ന്യൂനപക്ഷങ്ങൾക്കു നേരെ എന്നുറപ്പാണ് LDFന് വേണ്ടി, ഈ സർക്കാരിനു വേണ്ടി നൽകാൻ കഴിയുക. അത് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് ആശങ്കയുടെയും ഭീതിയുടെയും നാടുകളാണ് രാജ്യമാകെ. വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയുടെ പേരിൽ ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് വെട്ടി നീക്കിയത് നാം കണ്ടു. രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ പേരിൽ വോട്ടവകാശം ഇന്ത്യയിലെ പൗരന്മാർക്കില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇത് കുറച്ചു കാലം മുമ്പേ തുടങ്ങിയതാണ്. പല രീതിയിൽ പണ്ട് രാജസ്ഥാനിലും ഹരിയാനയിലുമെല്ലാം വീട്ടിൽ ശൗചാലയമില്ലാത്തവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് വരികയുണ്ടായി. ഇപ്പോഴിതാ എല്ലാം മറയും നീക്കി വോട്ടവകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇന്ത്യയുടെ അഭിമാനമായ നൊബേൽ സമ്മാന ജേതാവ് അമർത്യ സെൻ. ആ അമർത്യ സെന്നിനോട് ഇലക്ഷൻ കമ്മീഷൻ ഹിയറിംഗിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു
അദ്ദേഹം ഇന്ത്യക്കാരനാണെന്നും വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരുടെ വിവരങ്ങളുമൊക്കെയായി. വയസ്സ് 94 അമർത്യ സെന്നിന്. അമർത്യ സെന്നിന്റെ പേര് ഇന്ത്യയുടെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നത് ഈ രാജ്യത്തിനൊരു ബഹുമാനമാണ്, ഒരു അംഗീകാരമാണ്, ഒരു ബഹുമതിയാണ്. അദ്ദേഹത്തോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ഹിയറിംഗ് നടത്താൻ. മുഹമ്മദ് ഷമി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മൂർച്ചയേറിയ ഫാസ്റ്റ് ബൗളർ, എത്രയോ വിജയങ്ങളിലേക്ക്, ലോകകപ്പ് വിജയത്തിലേക്ക് വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ച രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ഫാസ്റ്റ് ബൗളർ, ക്രിക്കറ്റർ മുഹമ്മദ് ഷമി, അദ്ദേഹത്തിനോട് ഹിയറിംഗിന് വരാൻ പറയുകയാണ്, രേഖകളുമെല്ലാമായിട്ട് വോട്ടവകാശം തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അത്തരമൊരു കാലത്ത് കേരളത്തിലെ LDF ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റൊരു ഗവൺമെന്റും എടുത്തിട്ടില്ലാത്ത ധീരമായിട്ടുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ ഓരോ വോട്ടറുടെയും വോട്ടവകാശം സംരക്ഷിക്കുമെന്നുറപ്പ് ഗവൺമെന്റ് വരുത്തും എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി വില്ലേജ് അടിസ്ഥാനത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വില്ലേജ് അടിസ്ഥാനത്തിലാണ് ഹെൽപ്പ് ഡെസ്കുകൾ. ഒന്നുകിൽ വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ച്, അവിടെ സൗകര്യമില്ലെങ്കിൽ സർക്കാർ കണ്ടെത്തുന്ന ഒരു സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഹെൽപ്പ് ഡെസ്കുകൾ. കാരണം ഒരാളുടെയും വോട്ടർ പട്ടികയിൽ നിന്ന് SIRന്റെ പേരിൽ വെട്ടിനീക്കപ്പെടില്ല എന്നുറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായി സർക്കാർ ഏറ്റെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, വോട്ടർ പട്ടിക പരിശോധനയ്ക്കും ഹിയറിംഗിനും ആവശ്യമായിട്ടുള്ള ഏത് രേഖയും സൗജന്യമായിട്ട് കൊടുക്കണം എന്ന നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ റവന്യൂ വകുപ്പിന്, ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹിയറിംഗിന് ആവശ്യമായ ഏത് രേഖയും സൗജന്യമായിട്ട് കൊടുക്കണം എന്നതാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നത്. മറ്റൊരു കാര്യം, പൗരത്വത്തെക്കുറിച്ചും ഇന്ന് ആശങ്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു കാലത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു, അത് കേരളത്തിലെ LDF ഗവൺമെന്റ് ആണ്. ഇനി പൗരത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിയമ പിൻബലമുള്ള നാറ്റിവിറ്റി കാർഡുകൾ കേരള സർക്കാർ ഓരോ പൗരന്മാർക്കും കൊടുക്കാൻ പോവുകയാണ്. ഇപ്പൊ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓരോ ആവശ്യത്തിനും പ്രത്യേകം അപേക്ഷിച്ച് വാങ്ങണം. ഒരാവശ്യത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആവശ്യത്തിന് വീണ്ടും അപേക്ഷിക്കണം. ഇനി അതിന്റെ ആവശ്യമേ വരില്ല. ഒരു നേറ്റിവിറ്റി കാർഡ്, നിയമ പിൻബലമുള്ള നേറ്റിവിറ്റി കാർഡ് എല്ലാ പൗരന്മാർക്കും ഏതാവശ്യത്തിനും അവർക്കത് ഉപയോഗിക്കാം. അതോടുകൂടി ആരുടെയും പൗരത്വത്തിന്റെ മേൽ കൈവയ്ക്കാൻ മറ്റാർക്കും കഴിയാത്ത സ്ഥിതിവിശേഷം വരും. കാരണം ഇത് ആധികാരികമായ നിയമ പിൻബലമുള്ള രേഖയാണ്. അതിന് നിയമനിർമ്മാണം നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. എങ്ങനെയാണ് കേരളത്തിലെ LDF സർക്കാർ ബദലായി തീരുന്നത് ഇന്ത്യയിൽ എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിലും എങ്ങനെ ഈ ഗവൺമെന്റ് ബദലായിത്തീരുന്നു എന്നും എങ്ങനെ ഈ ഗവൺമെന്റ് മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്നു എന്നതിന്റെയും തെളിവാണ്. അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ മുദ്രാവാക്യത്തോട് ആദരണീയനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ഈ കേരള യാത്രയോട്, അതിന്റെ സന്ദേശത്തോട്, അതിന്റെ മുദ്രാവാക്യത്തോട് ഞങ്ങൾക്ക് ഐക്യപ്പെടാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനത്തെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ.